ഹലോ കൂട്ടുകാരെ, മഴ തോരും മുൻപേരെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ കുറേ കാലത്തിന് ശേഷം മക്കളും വൈജിയും കൂടി ഒരുമിച്ചിരുന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ മാനേജർ അച്ഛൻ്റെ അടുത്ത് പോയ കാര്യങ്ങളൊക്കെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൈജ പറയാണ്, ഈ ബാലചന്ദ്രൻ പോയിട്ട് നടക്കാത്ത കാര്യമാണ് അലീന വന്ന് നടത്താൻ ശ്രമിക്കുന്നത്. അതൊക്കെ നടന്നു തന്നെ, അവളൊരു വീട്ടുജോലിക്കാരി, എന്തിനാണ് ഈ മുതലാളിയുടെ മകൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് എന്ന് പറഞ്ഞ് വൈജ ദേഷ്യം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ബബിത ചോദിക്കും, അല്ല രോഹിയേട്ടാ, എന്തായി, അച്ഛൻ എന്താ പറയുന്നത്? ഓ, അച്ഛൻ എൻ്റെ കാര്യത്തിൽ ഇപ്പോഴും നല്ല കടുംപിടുത്തത്തിൽ തന്നെയാണ്. അലീന ചേച്ചി കാല് പിടിച്ചു പറഞ്ഞു, പക്ഷെ ഒരു രക്ഷയില്ല. അയാൾ ഭയങ്കര സ്ട്രിക്റ്റ് തന്നെയാണ്. ഒന്നുകിൽ ഡിസ്മിസൽ അല്ലെങ്കിൽ നിർബന്ധിത TC, ഇതിലേതെങ്കിലും ഒന്ന് തരുമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കൃഷ്ണജി പറയും, അലീന ചേച്ചി പോയി കഴിഞ്ഞാൽ ഒരു കാര്യം എന്തായാലും നടത്തിയിട്ടാണല്ലോ വരാറ്, എന്ത് പറ്റി? അപ്പോൾ രോഹിത് പറയാണ്, അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷേ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയതൊന്നും സമ്മതിക്കുന്നില്ല. പക്ഷേ അലീന ചേച്ചി അയാൾക്ക് നല്ല മറുപടി കൊടുത്തിട്ടാണ് വന്നത്. അപ്പോൾ എന്താ അവർ അലീന ചേച്ചി പറഞ്ഞത് എന്ന് ചോദിക്കും അവരൊക്കെ. അപ്പോൾ ഇങ്ങനെ ബൈബിളിലെ വചനങ്ങളൊക്കെ പറഞ്ഞ് അലീന ചേച്ചി ഫാദറിൻ്റെ വായ അടപ്പിച്ചു എന്ന് രോഹിത് പറയുകയാണ്. അത് കേട്ടിട്ട് ഇങ്ങനെ വൈജ ഇങ്ങനെ ഞെട്ടിത്തെറിച്ചിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അവൾക്ക് പറയാനറിയുമോ എന്നൊക്കെ ആലോചിച്ച് വൈജ ഞെട്ടിത്തെറിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും വൈജ സമ്മതിക്കുന്നില്ല. അവൾ ഇങ്ങനെയൊക്കെ രോഹിത്തിന് വേണ്ടി ചെയ്തതൊക്കെ നല്ല കാര്യമാണെന്നും വൈജ സമ്മതിക്കുന്നില്ല. വൈജ പറയും, ഒരു ചക്ക വീണ് ഒരു മുയൽ ചത്തെന്ന് കരുതി എപ്പോഴും ചക്ക വീഴുമ്പോൾ മുയൽ ചാവണം എന്നില്ല എന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ അവിടെ അവസാനിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ടോണിയാണ്. നല്ല മഴയത്ത് ടോണി നമ്മുടെ മാമച്ചൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഉറക്കെ അങ്ങനെ വീട്ടുകാരെ വിളിക്കുകയാണ്, എടോ മാമച്ച, താൻ എവിടെടോ, മാമച്ച മുതലാളി എന്നൊക്കെ പറഞ്ഞിട്ട് മാമച്ചനെ ഇങ്ങനെ വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രേവതിക്കുട്ടി വന്ന് വാതിൽ തുറക്കും. കൂടെ മാമച്ചനും ഗ്രേസ് അമ്മയും ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല മഴയാണ്, ഇടിയുണ്ട്, മിന്നലുണ്ട്. അപ്പോൾ മാമച്ചൻ ചോദിക്കുമ്പോൾ, എന്താ ടോണി, എന്താ ഈ രാത്രിയിൽ? അതോ, നിങ്ങളുടെ മകൻ എൻ്റെ ജീവിതം നശിപ്പിച്ചു. നിങ്ങളുടെ മരിച്ചുപോയ മകൻ എൻ്റെ ജീവിതം നശിപ്പിച്ചു. ഞാൻ എൻ്റെ ഭാര്യയുടെ രഹസ്യങ്ങളും അവിഹിത ബന്ധങ്ങളും ഒക്കെ ഞാൻ മറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് അത് എന്നെ വീണ്ടും ഓർമ്മിപ്പിച്ചു. ഞാൻ അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാം മറക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് നിങ്ങളുടെ ഒരു വരവ്. എൻ്റെ ജീവിതം വീണ്ടും നിങ്ങൾ നാശത്തിലേക്കാക്കി എന്നൊക്കെ പറഞ്ഞ് ടോണി ഭയങ്കര പ്രശ്നങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രേസ് അമ്മ പറയാണ്, മാമച്ച, ഈ സമയത്ത് അയാളോട് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല, അയാൾ വെളിവുള്ളപ്പോൾ വരാൻ പറയും എന്ന് പറയും. അപ്പോൾ ടോണി പറയും, എനിക്ക് വെളിവൊക്കെ ഉണ്ട്, കാരണം നിങ്ങളുടെ മകൻ്റെ കുഞ്ഞ് എവിടെയാണെന്ന് എനിക്കറിയാം. ഞാനത് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. നിങ്ങൾ വിചാരിച്ചത് എന്താ, ഞാൻ ആ കുട്ടി എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. പക്ഷെ ഇല്ല, ഞാൻ ഒരിക്കലും പറഞ്ഞു തരില്ല. എൻ്റെ മനസ്സിൽ നല്ല പ്രതികാരമുണ്ട് നിങ്ങളുടെ അടുത്ത്. ഞാൻ ഒരിക്കലും പറഞ്ഞു തരില്ല. നിങ്ങളുടെ മകൻ്റെ കുഞ്ഞ് എവിടെ ഉണ്ടെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞു തരില്ല എന്ന് പറയും. അത് കേട്ടോടുകൂടി എല്ലാവരും ആകെ ഷോക്കാവും. കാരണം കുഞ്ഞ് എവിടെ ഉണ്ടെന്നാണ് ടോണി പറയുന്നത്. അപ്പോൾ മാമച്ചനൊന്ന് അനുനയിപ്പിക്കാൻ ശ്രമിക്കും. മാമച്ചൻ പറയും, ടോണി, നമ്മൾ തമ്മിൽ എന്തിനായി ശത്രുത? അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ, നീ ദയവ് ചെയ്തൊന്ന് പറഞ്ഞതാ. പക്ഷെ അവൻ പറയാൻ കൂട്ടാക്കാതെ അവൻ പിന്നെയും വെല്ലുവിളിക്കും വാശിയിൽ തന്നെയാണ് ടോണി. എന്നിട്ട് പറയും, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ടോണി തിരിച്ച് വണ്ടിയിൽ കയറിയിട്ട് തിരിച്ചു പോവുകയാണ്. പിറ്റേ ദിവസം കാണിക്കുന്നത് രാവിലെ കൃഷ്ണമോളും ബബിയും കൂടിയിട്ട് സംസാരിക്കുന്നതാണ്. കൃഷ്ണമോളോട് ബബി പറയും, നമുക്കൊന്ന് പുറത്ത് പോകണം, നീ ഒന്ന് വായോ. അപ്പോൾ രോഹിത് ചോദിക്കും, നിങ്ങൾ എവിടേക്കാണ് പോണത്? അപ്പോൾ കൃഷ്ണജ പറയും, എനിക്കും അറിയില്ല, ബബിതേച്ചി എന്നോട് വരാൻ പറഞ്ഞു, ഞങ്ങളിന്ന് പോയിട്ട് വരാം, ടൗണിലേക്കാണെന്നാണ് പറഞ്ഞത് എന്ന് പറയും. അങ്ങനെ അവർ സ്കൂട്ടി എടുത്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. സ്കൂട്ടി എടുത്ത് പോവും. അപ്പോൾ രോഹിത് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അവർ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചു വരുമ്പോൾ കയ്യിൽ ഒരുപാട് കവറുകളും കാണും. അപ്പോൾ രോഹിത് പറയും, കലക്കം പർച്ചേസ് കഴിഞ്ഞതിൻ്റെ ലക്ഷണം കാണുന്നുണ്ടല്ലോ, ഒത്തിരി ഉണ്ടല്ലോ ഇത്. അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അലീനയുടെ അടുത്തേക്ക് ഈ കവറൊക്കെ ആയിട്ട് ഇവർ പോവാണ്. ഇതെന്താണെന്ന് വെച്ചാൽ അലീനയ്ക്ക് വാങ്ങിയ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ്. അവർ സഹോദരങ്ങൾ തമ്മിൽ അത്രത്തോളം ഒരടുപ്പവും സ്നേഹവും ആയി എന്ന് കാണിക്കുന്ന ഒരു സീനാണ് ആക്ച്വലി ഇത്.
ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. കൂടുതൽ നേരത്തെ എപ്പിസോഡ് വിശേഷങ്ങളും പ്രൊമോ ഡീറ്റെയിൽസും സിനിമ സീരിയൽ ലോകത്തെ വിശേഷങ്ങളും അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക.